നമ്മൾ മലയാളത്തിൽ പഠിക്കാൻ പോകുന്ന അക്ഷരമാണ് വ എന്ന അക്ഷരം. ഏതാണ്? വ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏതക്ഷരമാണ് പഠിച്ചത്? പ എന്ന അക്ഷരം. ഏതാണ്? പ. ഈ പായും ഈ വായും തമ്മിലുള്ള ഒരു വ്യത്യാസം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നല്ലോ. എന്താണത്? പ എന്ന അക്ഷരത്തിന് ചെറിയ തലയും വലിയ കാലുമാണ്, അല്ലേ? അതേസമയം വ എന്ന അക്ഷരത്തിനോ വലിയ തലയും ചെറിയ കാലും. ഇങ്ങനെയും പറയാം. ഇത് മാത്രം ഏതക്ഷരമാണ്? ഇതുവരെ നമ്മൾ മുമ്പ് പഠിച്ച റ എന്ന അക്ഷരമാണ്, അല്ലേ? അപ്പോൾ പ എന്ന അക്ഷരത്തിന് ചെറിയ റായും വലിയ കാലും. വ എന്ന അക്ഷരത്തിന് വലിയ റായും ചെറിയ കാലും. മാറിപ്പോകരുത് കേട്ടോ. പ കൂടാതെ മറ്റേതൊക്കെ അക്ഷരങ്ങളാണ് നമ്മൾ പഠിച്ചത്? റ. ഇതേതാണ്? റ. രണ്ട് റ ഒട്ടിച്ചേർന്നാൽ ഏതക്ഷരമാണ്? കണ്ടോ? രണ്ട് റ ഒട്ടിച്ചേർന്നാൽ ന എന്ന അക്ഷരം. ഇങ്ങോട്ട് നോക്കിക്കേ. നടുവിലൊരു വട്ടമുള്ള അക്ഷരം ഏതാണ്? ത എന്ന അക്ഷരം. ഇതേതാണ്? ര എന്ന അക്ഷരം. ര എന്ന അക്ഷരത്തിന് റ എഴുതി ഉള്ളിലോട്ടൊരു വട്ടം, അല്ലേ? ര. പ റ ന ത ര. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന അക്ഷരം വ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ കൊണ്ട് ഏതൊക്കെ വാക്കുകളാണ് പഠിച്ചത്? പ പട്ടം, പ പന്ത്, പ പറ, പ പശു, പ പന, പിന്നെയോ പ പാവ, അല്ലേ? ഈ വാക്കുകളുടെ ഒക്കെ ആദ്യത്തെ അക്ഷരം ഏതാണ്? പ എന്ന അക്ഷരം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന അക്ഷരം ഏതാണെന്ന് പറഞ്ഞു? വ. ഏതാണ്? വ. ഇങ്ങോട്ട് നോക്കിക്കേ. ഇതെന്താണ്? ഇതാണ് വല. എന്താണ്? വല. വല നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്തിനൊക്കെയാ നമ്മൾ വല ഉപയോഗിക്കാറ്? കിണറ്റിന് മുകളിൽ നമ്മൾ ഇടാറുണ്ട്, അല്ലേ? എന്തിനാ കിണറ്റിന്റെ മുകളിൽ ഇടുന്നത്? അതിലേക്ക് ചപ്പ് ചവറുകളൊന്നും വീഴാതിരിക്കാന്, എലി, നായ, പൂച്ച ഒക്കെ ചാടാതിരിക്കാന്, അല്ലേ? പിന്നെന്തിനൊക്കെയാ വല ഉപയോഗിക്കും? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മളെ കുഞ്ഞുങ്ങളുടെ തൊട്ടിലിന് മുകളിൽ നമ്മൾ വല കെട്ടാറുണ്ട്. എന്തിനാണത്? അവരെ കൊതുകൊന്നും കടിക്കാതിരിക്കാന്, അല്ലേ? പിന്നെന്തിനാണ് വല നമ്മൾ ഉപയോഗിക്കാറ്? മീൻ പിടിക്കാൻ ഉപയോഗിക്കും, അല്ലേ? പക്ഷെ ഓരോന്നിനും വ്യത്യസ്തമായ വലകളാണ്, അല്ലേ, നമ്മൾ ഉപയോഗിക്കാറ്. ഇതെന്താണ്? ഇത് നമ്മൾ കിണറ്റിന്റെ മുകളിലൊക്കെ ഇടുന്ന വലയാണ് കേട്ടോ. അപ്പൊ ഇനി വല എന്നെങ്ങനെ എഴുതുന്നത് നോക്കിയാലോ? ആദ്യ അക്ഷരം വ. എന്താണ്? വ. ല. എന്താണ്? ല. വല. എന്താണ്? വല. ഇതേതക്ഷരമാണ്? ല എന്ന അക്ഷരമാണ് കേട്ടോ. അത് നമ്മൾ പഠിക്കും. വല എന്ന് എഴുതുമ്പോൾ ആദ്യത്തെ അക്ഷരം വ. വ വല. വ വല. എന്റെ കൂടെ പറഞ്ഞ് വ വല. ഇനി ഞാൻ ഈ വല എടുത്തിട്ട് അവിടെ ഞാൻ ഒരു വള വെച്ചു. എന്താണ്? വള. അപ്പൊ നമ്മൾ ഇവിടെ മാറ്റി കൊടുക്കണം, അല്ലേ? ഇതെന്താണ്? വല എന്നാണ്. ഈ ല എന്ന അക്ഷരം എടുത്തിട്ട് അവിടെ നമ്മൾ ല എന്ന അക്ഷരം വെക്കണം. ഇതെന്താ വായിക്ക? വള. ഇതെന്താണ്? വള. വള എന്ന് എഴുതുമ്പോഴും ആദ്യത്തെ അക്ഷരം വ. വ വള. വ വള. വായുടെ പ്രത്യേകത എന്താണ്? വലിയ റായും ചെറിയ കാലും, അല്ലേ? അതേസമയം പായുടെ പ്രത്യേകത എന്താണ്? ചെറിയ റായും വലിയ കാലും.
ഇതെന്താണ്? വള. നിങ്ങൾ വളയിടാറുണ്ടോ? ഉണ്ടോ? ആ, പെൺകുട്ടികൾ വളയിടാറുണ്ട് അല്ലേ? നല്ല ഭംഗിയിലുള്ള വളൊക്കെ ഉണ്ടാവൂലേ? ആ, ഇവിടെയുള്ള വളയുടെ കളർ എന്താണ്? വെള്ള അല്ലേ? നിങ്ങളെ കയ്യില് നല്ല കളർഫുള്ളായ പച്ചയും മഞ്ഞയും ചുവപ്പും ഓറഞ്ചൊക്കെ ഉള്ള വളയുണ്ടോ? ഉണ്ടോ? വാ വള. ഇനി നിങ്ങള് വളയിടുമ്പോൾ നിങ്ങളെ പേരൻസിനോട് പറയണം, വളയുടെ ആദ്യത്തെ അക്ഷരം വാ എന്നാണ്. വലിയ റായും ചെറിയ കാലുമാണ് വാ എന്ന അക്ഷരത്തിന്. പറയൂലേ? പറഞ്ഞു കൊടുക്കണം കേട്ടോ. വാ വള. ഇപ്പൊ വാ കൊണ്ട് നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? വാ വല, വാ വള. ഇനി ഈ വള ഞാൻ എടുത്തിട്ട് അവിടെ ഞാൻ ഒരു വടയുടെ ചിത്രം വെച്ചു. എന്താണിത്? വട. പക്ഷെ ഇവിടെ എഴുതിയത് നോക്കിക്കേ, വള എന്നാണ്. അപ്പോൾ നമ്മൾ ഈ ള എന്ന അക്ഷരം എടുത്തിട്ട് അവിടെ ഡ എന്ന അക്ഷരം വെക്കണം. എന്താ അത് വായിക്കുക? വട. ഇതെന്താണ്? വട. വാ വട, വാ വട. വട എന്ന് എഴുതുമ്പോഴും ആദ്യത്തെ അക്ഷരം വാ. നിങ്ങൾ വട കഴിച്ചിട്ടുണ്ടോ? കഴിച്ചിട്ടുണ്ടോ? വൈകുന്നേരം മാത്രമല്ല, രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും നമ്മൾ വടയും ചട്നിയും വടയും സാമ്പാറൊക്കെ കഴിക്കാറുണ്ട് അല്ലേ? നല്ല കോമ്പിനേഷൻ അല്ലേ? നിങ്ങൾക്ക് ഇഷ്ടാണോ? വാ വട. എന്താണ്? വാ വട. ഈ വട ഞാൻ മാറ്റിയിട്ട് അവിടെ ഞാൻ ഒരു വടി വെച്ചു. എന്താണ്? വടി. ഇതെന്താണ്? വടി. അപ്പൊ ഇതെന്താ വായിക്കുക? വട. അപ്പൊ നമുക്ക് വടി എന്നാക്കണമെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു വള്ളിട്ട് കൊടുത്താൽ വടി എന്ന് വായിക്കും. ഇതെന്താണ്? വടി. നിങ്ങൾക്ക് വടി കൊണ്ട് അടി കിട്ടാറുണ്ടോ? നമ്മളെ പേരൻസിന്റെ അടുത്ത് നിന്ന് നമ്മൾ പറഞ്ഞു കേൾക്കാഞ്ഞാൽ നമുക്ക് അടി കിട്ടും അല്ലേ? പക്ഷെ നിങ്ങൾക്ക് കിട്ടൂല എന്ന് തോന്നുന്നുണ്ട്. കാരണം നിങ്ങൾ നല്ല കുട്ടികളല്ലേ, പറഞ്ഞാൽ അനുസരിക്കുന്ന, പഠിക്കാൻ പറഞ്ഞാൽ പഠിക്കുന്ന, എഴുതാൻ പറഞ്ഞാൽ എഴുതുന്ന കുട്ടികളല്ലേ. അപ്പം വടി കൊണ്ട് അടി കിട്ടാനുള്ള സാഹചര്യം നിങ്ങൾ ഉണ്ടാക്കരുത്. ഓക്കെ? വാ വടി, വാ വടി. ഇതെന്താണ്? വടി. വടി എന്ന് എഴുതുമ്പോഴും ആദ്യത്തെ അക്ഷരം വാ. ഇത് ഏതക്ഷരമാണ്? ഇത് ഡ എന്ന അക്ഷരാണ് കേട്ടോ. അത് നിങ്ങൾ പഠിക്കൂട്ടോ. ഇനി ഇങ്ങോട്ട് നോക്കിക്കേ, ഇതെന്താണ്? ഇതൊരു വണ്ടാണ് അല്ലേ? ഒരു വണ്ടിന്റെ ചിത്രമല്ലേ ഇത്? നിങ്ങൾ വണ്ടിനെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? ആ, പൂക്കളിലും ഇലകളിലൊക്കെ വണ്ടുകൾ വന്നിരിക്കും അല്ലേ? പല നിറത്തിലുള്ള വണ്ടുകളുമുണ്ട് ഇല്ലേ? പല നിറത്തിലുള്ള വണ്ടുകളുണ്ട്. ബ്ലാക്ക് ഉണ്ട്, ബ്ലൂ ഉണ്ട്. ഇത് ഏത് നിറമാണ്? ആ, റെഡും ബ്ലാക്കും അല്ലേ? രണ്ട് ഉണ്ട കണ്ണുകളും കാലുകളൊക്കെ ആയിട്ട് വണ്ടിനെ കണ്ടോ? വണ്ടി എന്ന് എഴുതുമ്പോഴും ആദ്യത്തെ അക്ഷരം വ, അടുത്ത അക്ഷരം ണ്ട. ഇത് ഏതക്ഷരമാണ്? ണ്ട. ണ്ട് എന്നാവണമെങ്കിൽ ഈ ചിഹ്നിട്ട് കൊടുക്കണം. വണ്ട്. ഇതെന്താണ്? വണ്ട്. വാ വണ്ട്. എന്താ വായിക്കുക? വാ വണ്ട്, വാ വണ്ട്. വണ്ട് എന്തിനാ പൂക്കളിലൊക്കെ വന്നിരിക്കുന്നത്? തേൻ കുടിക്കാൻ അല്ലേ? തേൻ കുടിച്ചിട്ടാണ് അവർ ജീവിക്കുന്നത്. വണ്ട്. എന്താണ്? വണ്ട്. വാ വടി, വാ വണ്ട്. ഇങ്ങോട്ട് നോക്കിക്കേ, ഇതെന്താണ്? ഒരു ബുക്കാണ് കേട്ടോ. ഈ ബുക്കില് ഞാനൊരു വരയിട്ടു. എന്താണ്? വര. വര എന്ന് എഴുതുമ്പോഴും ആദ്യത്തെ അക്ഷരം വ. ഇനി ഞാൻ നമ്മൾ മുമ്പ് പഠിച്ച ര എന്ന അക്ഷരം വെച്ചു. ഇപ്പൊ എന്താ വായിക്കുക? വര. വര എന്ന് എഴുതുമ്പോഴും ആദ്യത്തെ അക്ഷരം വ. വ വര. കണ്ടോ? നിങ്ങൾ ബുക്കിൽ വര വരയ്ക്കാറുണ്ടോ? വര ഉപയോഗിച്ച് ചിത്രം വരയ്ക്കാറുണ്ടോ? എല്ലാവർക്കും ചിത്രം വരയ്ക്കാൻ ഇഷ്ടമായിരിക്കൂലേ? വാ വര. എന്താണ്? വാ വര. ഇങ്ങോട്ട് നോക്കിക്കേ, ഇതെന്താ? പാവ. ഈ പാവ ഇങ്ങനെ നിൽക്കൂല. കാരണം എന്താ അറിയോ? ഇതിന്റെ ബാക്കിൽ വാലുള്ളത് കൊണ്ട്. അപ്പൊ നമുക്ക് ഈ പാവനെ നിർത്തണമെങ്കിൽ ഒരു സപ്പോർട്ട് കൊടുക്കണം കേട്ടോ. പാവ എന്ന് എഴുതുമ്പോൾ
ആദ്യം പ എന്ന അക്ഷരം, പിന്നെ ഈ ചിഹ്നം വെച്ചാൽ എന്ത് വായിക്കും? പാ എന്ന് വായിക്കും അല്ലേ? പാ കാണുന്നില്ലേ നിങ്ങൾക്ക്? പാ. ഇനി വ എന്ന അക്ഷരം വെച്ചാൽ എന്താ വായിക്കുക? പാവ. ഈ പാവ എന്ന് എഴുതുമ്പോൾ ആദ്യത്തിലാണോ വ എന്ന അക്ഷരമുള്ളത്? അല്ല, അവസാനമാണ് അല്ലേ? വാക്കിന്റെ അവസാനമാണ് വ എന്ന അക്ഷരം. പാവയിലും എന്തുണ്ട്? വ എന്ന അക്ഷരമുണ്ട്. വ പാവ, വ പാവ. ഇനി ഇങ്ങോട്ട് നോക്കൂട്ടോ. ഈ പാവയെ ഞാൻ എടുത്തിട്ട് അവിടെ ഞാൻ ഓരോ പറവയെ വെച്ചു. ഇതെന്താണ്? പറവ. അപ്പൊ നമുക്ക് പാവയിലെ ഈ ആ എന്ന ചിഹ്നം എടുത്തിട്ട് അവിടെ റ എന്ന അക്ഷരം വെച്ചാൽ എന്താ വായിക്കുക? പറവ. നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ റ എന്ന അക്ഷരം പഠിച്ചപ്പോ ഈ പറവയെ നമ്മൾ കണ്ടിരുന്നു, ഓർമ്മയുണ്ടോ? അന്ന് നമ്മൾ റ എന്ന അക്ഷരമാണ് പഠിച്ചത് അല്ലേ? ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് വ എന്ന അക്ഷരമാണ്. പറവ. എന്താ വായിക്കുക? പറവ. പറവ. ഇതിലെ 3 അക്ഷരങ്ങളും നമ്മൾ പഠിച്ചു അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ പ എന്ന അക്ഷരം പഠിച്ചു, ആദ്യത്തെ ക്ലാസ്സിൽ റ എന്ന അക്ഷരം പഠിച്ചു, ഇന്നത്തെ ക്ലാസ്സിൽ വ എന്ന അക്ഷരം പഠിച്ചു. പറവ. അപ്പൊ നിങ്ങൾ കൂട്ടി വായിക്കാൻ പഠിച്ചില്ലേ? പറവ. ഞാൻ ഈ പറവയെ എടുത്താലും നിങ്ങൾ കൂട്ടി വായിക്കൂലേ? എന്ത്? പറവ എന്ന് അല്ലേ? അപ്പൊ നമ്മള് വാ കൊണ്ട് ഏതെല്ലാം വാക്കുകളാണ് പഠിച്ചത്? പറവ, പിന്നെയോ വണ്ട്, വട, വള, വല, പാവ, വര, വടി. ഇത്രയും വാക്കുകള് നമ്മൾ വ എന്ന അക്ഷരം കൊണ്ട് പഠിച്ചതാണ് അല്ലേ? വ വണ്ട്, വ പറവ, വ വട, വ വള, വ വല, വ പാവ, വ വര, വ വടി. ഇങ്ങോട്ട് നോക്കിക്കേ. ഇവിടെ ഞാൻ കുറച്ച് ലെറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ വ എന്ന അക്ഷരം ഏതാണെന്നും എത്ര എണ്ണമുണ്ടെന്നും കണ്ടുപിടിച്ചാലോ? ഇത് വ എന്ന അക്ഷരമാണോ? അതെ, ഇത് നമ്മൾ ഇന്ന് പഠിച്ച വ എന്ന അക്ഷരമാണ്. അതിവിടെ നിൽക്കട്ടെ. ഇത് വ എന്ന അക്ഷരമാണോ? അല്ല, ഇത് ല എന്ന അക്ഷരമാണ്. ഇത് പഠിച്ചിട്ടില്ലെങ്കിലും നമുക്ക് അറിയാം അല്ലേ? ചിലർക്കൊക്കെ അറിയും. തല, വല, ഇതൊക്കെ പഠിച്ചപ്പോൾ നമ്മൾ ഈ അക്ഷരത്തെ കണ്ടിരുന്നു അല്ലേ? ഇത് വ എന്ന അക്ഷരമാണോ? അതെ, ഇത് വ എന്ന അക്ഷരമാണ്. വ എന്ന അക്ഷരത്തിന്റെ പ്രത്യേകത വലിയ റായും അല്ലെങ്കിൽ വലിയ തലയും ചെറിയ കാലും. ഇത് വ എന്ന അക്ഷരമാണോ? അല്ല, ഇത് ഡ എന്ന അക്ഷരമാണ്. വട, വടിയൊക്കെ പഠിപ്പിച്ചപ്പോ ഈ ലെറ്റർ നമ്മൾ കണ്ടില്ലേ? ഇത് വ എന്ന അക്ഷരമാണോ? അതെ, ഇത് വ എന്ന അക്ഷരമാണ്. ഇത് വ എന്ന അക്ഷരമാണോ? ഒരിക്കലുമല്ല. ഇത് ഏതാണ്? ഇത് പ എന്ന അക്ഷരമാണ്. പ എന്ന അക്ഷരത്തിന് ചെറിയ റായും വലിയ കാലും. അപ്പൊ ഇങ്ങോട്ട് നോക്കിക്കേ. ഇവിടെ എത്ര വ എന്ന അക്ഷരമുണ്ട്? 1, 2, 3 വ എന്ന അക്ഷരമുണ്ട് അല്ലേ? അപ്പൊ നമുക്കിനി വ എന്ന അക്ഷരം എഴുതി പഠിച്ചാലോ? വ എന്ന അക്ഷരം എഴുതി നോക്കാം. വലിയ റായും ചെറിയ കാലും. വ കണ്ടോ? വലിയ റാ എന്ന അക്ഷരം. എന്നിട്ട് അങ്ങോട്ട് പോവുക, കുറച്ച് പോയാൽ മതി കേട്ടോ. എന്നിട്ട് മുകളിലോട്ട്. എങ്ങനെയാണ്? വലിയ റാ വരയ്ക്കുക, എന്നിട്ട് ഇത്തിരി അങ്ങോട്ട് പോവുക, എന്നിട്ട് മുകളിലോട്ട്. വലിയ റാ വരയ്ക്കുക,
എന്നിട്ട് ഇത്തിരി അങ്ങോട്ട് പോവുക, എന്നിട്ട് മുകളിലോട്ട് വ. എങ്ങനെയാണ്? വലിയ റാ വരയ്ക്കുക, ഒരു ചെറിയ വര, എന്നിട്ട് മുകളിലോട്ട് പോവുക. ഒരു വരിയും കൂടി എഴുതി നോക്കാട്ടോ. വലിയ റാ വരയ്ക്കുക, ഒരു ചെറിയ വര അങ്ങോട്ട്, പിന്നെ മുകളിലോട്ട്. ഒരു വലിയ റാ വരയ്ക്കുക, ഒരു ചെറിയ വര അങ്ങോട്ട്, എന്നിട്ട് മുകളിലോട്ട് വരയ്ക്കാം. ഒരു വലിയ റാ വരയ്ക്കുക, എന്നിട്ട് ഇത്തിരി അങ്ങോട്ട് വരയ്ക്കുക, എന്നിട്ട് മുകളിലോട്ട്. വലിയ റാ വരയ്ക്കുക, ചെറിയ വര അങ്ങോട്ട്, വലിയ വര വരയ്ക്കരുത് കേട്ടോ, എന്നിട്ട് മുകളിലോട്ട്. വലിയ റാ വരയ്ക്കുക, എന്നിട്ട് ചെറിയ വര അങ്ങോട്ട്, എന്നിട്ട് മുകളിലോട്ട്. കണ്ടോ? വ എന്ന അക്ഷരം അല്ലേ? ഇനി നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച അക്ഷരങ്ങളൊക്കെ നോക്കിയാലോ? റാ, നാ, പിന്നെയോ രാ, താ, പ. എങ്ങനെ? പ ചെറിയ റാ വരയ്ക്കുക, വലിയ കാല്. പിന്നെ ഇന്ന് നമ്മൾ പഠിച്ച വ എന്ന അക്ഷരം. ഈ പായുടെ കാലൊന്ന് ചെറുതായിട്ട് ചരിഞ്ഞു അല്ലേ? ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ വേറൊരു അക്ഷരവുമായിട്ട് വരാം. അതുവരെ ടാറ്റാ.